മക്കളെ നോക്കണേ എന്തിനാണ് ഞാൻ ഒരാളെ കൂടെ വന്ന് അവരെ കൂടെ കഴിഞ്ഞ് ഞാൻ നമസ്കാരം. നാലാഞ്ചിറ നടന്ന ഹസീന എന്ന് പറയുന്ന സ്ത്രീയുടെ മരണം, കൊലപാതകം, അതിനെക്കുറിച്ച് നമ്മളൊരു ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഞാനൊരു തമ്പിട്ടപ്പോൾ എല്ലാവരും ഒന്ന് എന്തിനാണ് മരിച്ചുപോയ ആളല്ലേ, എന്തിനിങ്ങനെയൊക്കെ തമ്പിടുന്നു എന്ന് പറഞ്ഞവർ കുറച്ച് പേരുണ്ട് എന്നതാണ്. ഈ ഒരു വോയിസ് കേൾക്കുമ്പോൾ ആ തമ്പല്ല ഇടാനുള്ളത് എന്ന് തോന്നിപ്പോകും. സത്യം പറഞ്ഞാൽ മരണത്തിന് തൊട്ട് മുമ്പ് അന്ന് ഈ ഹസീനയുടെ മകൾ കൊടുത്തൊരു ഇന്റർവ്യൂയിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് വളരെ കൃത്യമായിരുന്നു. ആ പെൺകുട്ടി എന്താണോ പറഞ്ഞത് അത് വളരെ കൃത്യമായിരുന്നു. ആ സമയത്ത് ഈ പെൺകുട്ടി ഇതെല്ലാം റെക്കോർഡ് ചെയ്യുകയായിരുന്നു. ആ റെക്കോർഡ് ഇപ്പം പുറത്തു വന്നിട്ടുണ്ട്. എന്തോന്ന് സ്ത്രീ ഇത്, ഈ ഹസീന എന്ന് പറയുന്ന സ്ത്രീ അമ്മ അവനെ പറഞ്ഞ കാര്യങ്ങൾ, ഈ കൊച്ചിനെ അടിച്ച സംഭവങ്ങൾ, ഈ കൊച്ചിനെ വിളിച്ച സംഭവങ്ങൾ, അതുപോലെ അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇരന്നു വാങ്ങിയതാണ് എന്ന് പറയേണ്ടതായിട്ട് വരും. ആ സ്വന്തം ഭർത്താവിനെ വിളിക്കുന്ന വാക്കുകൾ കേൾക്കണം. ഇത് ഇപ്പോൾ ആര് ഗുണ്ടിയായിരുന്നു. അതുമല്ല ഞെട്ടിക്കുന്ന മറ്റൊരു കേസ്, ഇവള് സത്യം പറഞ്ഞാൽ അന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുവന്നല്ലോ, അന്ന് കാമുകനുമായിട്ട് രാവിലെ വീണ്ടും ഒളിച്ചോടാൻ വേണ്ടിയിരുന്നു. ഹരി എന്ന് പറയുന്ന നാരായണൻ, അവനാണ് ഇതെല്ലാത്തിനും കാരണം. ഈ കാമുകനുമായിട്ട് ഒളിച്ചോടാൻ വേണ്ടിയിരുന്ന യവൻ പുറത്ത്, ഈ വീട്ടിന്റെ പുറത്ത് വന്ന് നിന്ന് എവനെ വിളിച്ചു, എവിടെ വിളിച്ചു കൊണ്ടുപോകാൻ വേണ്ടി പുറത്ത് കാത്തു നിൽക്കുകയായിരുന്നു എന്നാണ് ഇപ്പം വരുന്ന പറയുന്ന വാർത്തകൾ. ഈ ഒരു വോയിസിനകത്ത് അത് പറയുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ ഭർത്താവ് ഉറങ്ങിയത്, ഭർത്താവിന് ഡൗട്ട് ഉണ്ട് ഇവള് വീണ്ടും ഇറങ്ങി പോകുമെന്ന് ഡൗട്ട് ഉള്ളത് കൊണ്ടാണ് ഭർത്താവ് ഉറങ്ങാതെ കാത്തിരുന്നത്. ഈ ഭർത്താവ് ഉറങ്ങാതെ കാത്തിരുന്നത് കൊണ്ടാണ് ഇവൾ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ സമയത്ത് ഇങ്ങനെ വന്ന് ഈ കൊടും ക്രൂരത ചെയ്തത്. അതുമല്ല, ഇത് ഇവരുടെ സ്ഥിരം പണിയായിരുന്നു എന്നുള്ളതാണ്. ആദ്യമായിട്ടല്ല, മറ്റൊരുത്തനുമായിട്ട് പോയിട്ടുണ്ട്. അവിടെ നിന്നും ഈ ഭർത്താവ് അല്ലെങ്കിൽ മരിച്ചുപോയ സുരേഷ് ചെയ്ത ഏറ്റവും വലിയ തെറ്റ്, ആദ്യം ഒരുത്തനോട് പോയപ്പോൾ അവനെ വീട്ടിൽ വിളിച്ചുകൊണ്ട് കയറ്റി. ഇത് രണ്ടാമത്തെ മൂന്നാമത്തെ വട്ടമാണ് മറ്റൊരുത്തന്റെ കൂടെ ഇറങ്ങി പോകുന്നത്. ഇപ്പൊ ഹസീന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചുപോയിക്ക് ശരി തന്നെയാണ്, പക്ഷെ പറയാതിരിക്കാൻ വയ്യ, ഒരു വൃത്തികെട്ട സ്ത്രീ ആയിരുന്നു എന്ന് പറയേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. ആദ്യം നമുക്ക് ആ വോയിസ് ഒന്ന് കേട്ട് നോക്കാം. ഞെട്ടിപ്പോകും കേട്ടോ, ഞെട്ടിപ്പോകും. എന്തിനമ്മ ആവശ്യമില്ലാത്തൊക്കെ പറയണ കേട്ടോ? പോടാ തന്തയ്ക്ക് പറക്കാത്തവനെന്ന് പറയണം. ചീറ്റ പുള്ളിയായിട്ട് നിൽക്കണേ. കാരണം കാമോ വെളിയിൽ കാത്തിരിക്കുന്നത്, ഇവൻ ഉറങ്ങിയാലേ അവർക്ക് പോകാൻ പറ്റത്തുള്ളൂ. മിസ്സിംഗ് കേസ് കൊടുത്തോണ്ട് എന്തായാലും ഒരിക്കൽ വന്നല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഗതികെട്ട് വന്നതാണ്. ഇത് വീണ്ടും ഇറങ്ങി പോകാൻ കൊണ്ട് നിൽക്കുകയാണ്. അവന് തുറങ്ങാൻ പറഞ്ഞപ്പോ പട്ടി ഇറങ്ങി വരണം. നിങ്ങള് വലിയ തൊള്ള അറിഞ്ഞതല്ലേ. 3:45 രാവിലെ 3:45 കേസാ പറയുന്നത്. അവന്റെ അടുത്ത് ഉറങ്ങാൻ പറഞ്ഞ പട്ടി വീണ്ടും എണീറ്റ് വന്നിരിക്കുന്നത്. അതായത് നമ്മൾ ഉറങ്ങിയാലേ അവർക്ക് ഓടാൻ പറ്റുള്ളൂ. കാമോൻ വെളിയിൽ കാത്തിരിക്കുക. പട്ടി ആ കൊച്ചു പറഞ്ഞ കറക്റ്റാണ്. തന്തയെ കൂട്ടി വെച്ച് പറയുകയാണ് ഇവിടെ. മനസ്സിലായോ? അതായത് മൂത്ത് നിൽക്കുക. അതായത് ഇത് കേട്ട് ഈ പുള്ളി തിരിച്ചു ചോദിക്കും, നിന്നെ അടിച്ചോ? മോണ്ട് ചോദിക്കും, നിന്നെ അടിച്ചോ? പോലീസിനെ വിളി എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവൾ അവിടെ നിന്ന് പറയുന്നുണ്ട്, ഓ വന്നിട്ടുണ്ട്, കത്തിയും കൊണ്ട് വന്നു. അപ്പൊ ഈ സമയത്ത് ഈ പുള്ളിയുടെ കയ്യിൽ കത്തി ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലായി. ഇത് കേട്ട് കത്തിയും കൊണ്ടാ പുള്ളി വരുന്നത്.
ഞാൻ വേണ്ട അവനെ മറ്റേ അവളെ മറ്റം വരികയായിരിക്കും. അതാണ് ഇവിടെ എത്തിക്കണം പോകാൻ പറ്റും. മനസ്സിലായോ? അതാണ് കേട്ടോ, അവള് പറഞ്ഞ് 24 മണിക്കൂറും ഉറങ്ങാതെ കയറി ഇരിപ്പുണ്ട് എന്ന് പറയുമ്പോൾ ഈ ഭർത്താവ് പറയുന്നത് എവിടെ കൂട്ടാൻ അവൻ വരികയാണ്, അവൻ ഇവിടെ എവിടെ വന്ന് നിൽക്കുന്നുണ്ട്. കാരണം എവര് ഉറങ്ങി ഈ ഭർത്താവിനറിയാം ഇവിടെ വീണ്ടും ഓടും. അതൊരു ഭർത്താവ് ഉറങ്ങാതിരിക്കുന്നു. ആ കളിയാ തീർത്തത്. എന്തും സ്ത്രീയുടെ ഇത് കണ്ടു കഴിഞ്ഞാൽ പറയും നോക്ക്. ശല്യം ചെയ്ത് വിട്ട ഒരു ഉപകാരമായിരുന്നു. എന്തിനാണ് ഞാൻ ഒരാളെ കൂടെ വന്ന് അവരെ കൂടെ കഴിഞ്ഞ് ഞാൻ ജീവിക്കണം. എനിക്കത് മതി. എൻ്റെ ആഗ്രഹത്തിന് എനിക്ക് ജീവിക്കണം. നിങ്ങളൊന്ന് വിളിക്കണേ ആവശ്യമില്ലാതെ. പറ്റാത്തതുകൊണ്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഞാൻ അലീനയെ മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ, വേറെ ആരെ കൊണ്ടുപോകുന്നു. അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരെയും കൊണ്ടുപോയി എനിക്ക് മക്കളെ കാണാൻ പറ്റില്ലേ എന്ന് പറഞ്ഞ് എല്ലാവരെയും വിളിച്ചറിയിച്ച് ബഹളം വെച്ച് തിരിച്ച് വിളിച്ചോണ്ട് വരാനുള്ള പരിപാടി. പക്ഷെ നിങ്ങളൊന്നും ആയിരുന്നു, ഞാൻ എൻ്റെ വീട്ടിൽ പോകത്തില്ല. നിങ്ങളുടെ നാത്തൂനെ വിളിച്ച് കഴിഞ്ഞാൽ അവളെ ഞാൻ വിളിക്കത്തില്ല. അവരാരും അറിഞ്ഞിട്ടുമില്ല ഞാൻ ഇവിടുന്ന് പോകുന്നത്. നിങ്ങൾ ബഹളം വെച്ചിട്ടോ ഇവിടെ കിടന്ന് അന്വേഷിച്ചിട്ടോ എന്നെ അന്വേഷിക്കാൻ നടക്കുകയും വേണ്ട. പിള്ളേരെ സ്കൂളിൽ ആവാറായി, അവരെ സ്കൂളിൽ വിടുക, പഠിപ്പിക്കുക. എന്നെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുകയും വേണ്ട. പിള്ളേരുടെ കാര്യം നോക്കുക. അതായത് നല്ലോണം നോക്കോ ഇല്ലെന്ന് നോക്കണം. ഞാൻ ഇത്രയും ദിവസമായിട്ട് വേണമെന്ന് പറഞ്ഞ ഒന്നും ചെയ്ത് ഞാൻ കണ്ടില്ല. 2 മാസം സംഭവം എന്തെന്നറിയാമോ? ഈ ഒരു സംഭവം ഈ കാമുകനുമായിട്ട് ഒളിച്ചുപടിയ സമയത്ത് ഈ പുള്ളിക്ക് അയച്ചൊരു സംഭവമാണ്. അതായത് ഞാൻ ഇളയതിനെ മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ, മറ്റുള്ളവരാരെയും കൊണ്ടുപോകുന്നില്ല. അങ്ങനെ കൊണ്ടുപോയിക്കാൻ നിങ്ങൾ എന്റെ പിള്ളേരെ കാണാൻ പറ്റുന്നില്ലേ എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കും. എന്നെ തിരിച്ചു വിളിക്കാനുള്ള ഐഡിയയാണ്. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ആളെടുത്ത് ഇറങ്ങി പോവുകയാണ്. നിങ്ങൾ ഇനി എന്നെ നോക്കണ്ട, എന്നെ വിളിക്കുകയും വേണ്ട. ഞാൻ എൻ്റെ വീട്ടിലൊന്നും പോകില്ല, എനിക്ക് ഇഷ്ടമുള്ള നിങ്ങൾ എന്നെ തിരക്കണ്ട. ഇതാണ് അവള് മെസ്സേജ് അയച്ചിട്ട് പോയത് എന്നുള്ളതാണ്. എന്ത് സ്ത്രീയുടെ ഇത്. ആ പുള്ളി സത്യം. ഇനി വേറെ കേസ് പറയട്ടെ. ഈ ഒരു ഫോട്ടോ കണ്ടിട്ട് കുറെ എണ്ണം എൻ്റെ ചോദിച്ചു താങ്കളാണോ എന്നുള്ളത്. എൻ്റെ രൂപസാദൃശ്യമുണ്ട്, സത്യമാണ്. കുറെ പേര് പറഞ്ഞിട്ടുണ്ട് എൻ്റെ രൂപസാദൃശ്യമുണ്ട്. 1-2 യൂട്യൂബേഴ്സ് വിളിച്ച് ചോദിച്ചു ഇനി നിങ്ങളെങ്ങാനും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനല്ല. അപ്പോ ചിരി അതിനിടയ്ക്ക് വന്നൊന്നുള്ളൂ. അത് കുറെ ഇത് കേട്ടപ്പോൾ ഞാൻ ചിരിച്ചു. അപ്പോ ഇതാണ് ഇവള് പറഞ്ഞിട്ട് പോയത് എന്നുള്ളതാണ്. അപ്പോ എന്താണ് എരന്നു വാങ്ങുമെന്ന് പറയില്ലേ, എരന്നു വാങ്ങാം. വന്നതിന് ശേഷം ഇവരെ പുറത്തോട്ട് പിന്നീട് എന്താണ് അങ്ങോട്ടുള്ള അഹങ്കാരം തീർക്കുക, ഇവിടെ ദേഷ്യം മൊത്തം ഇവരെ പുറത്തോട്ട് തീർക്കുക. ഇവരെ അടിക്കാൻ വേണ്ടി ഇവരെ കൊല്ലാൻ, ഇവരെ കൊന്നില്ലെങ്കിൽ ഇവര് ചിലപ്പോൾ അവരെ കൊല്ലുവരുന്നതായിരിക്കും. ആ രീതിയിലാണ് നിന്നത്. ചിലപ്പോൾ ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് ഭർത്താവിനെ വരെ കൊന്നിട്ട് പോകാം എന്നുള്ള ഒരു സംഭവത്തിലാണ് അവിടെ നിന്നത് എന്നുള്ളതാണ്. ഇനിയും ഈ പുള്ളി ഇതിന് ശേഷം ഇത് തൊട്ടടുത്ത് അപ്പൊ തന്നെ ഈ ഒരു കത്തി എടുത്തുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം നടന്നു കഴിഞ്ഞു. അതിനുശേഷം പുള്ളി കാറും എടുത്തുകൊണ്ട് പോയി. അപ്പോഴാണ് മറ്റവൻ ഇറങ്ങി ഓടി എന്നാ പറയുന്നത്. മറ്റവിടെ നിന്ന് ഈ പറയുന്ന ഈ ഒരു സംഭവം കേട്ട് അവൻ വലിഞ്ഞു എന്ന് പറയുന്നു. എന്നിട്ട് ഇവൻ മകൾക്ക് അയച്ചൊരു മെസ്സേജ് ഉണ്ട്, അത് കേൾക്കാമേ. ആ പുള്ളിക്ക് അതായത് എന്റെ മക്കളെ നോക്കണേടിന്ന് വിളിച്ച് പറയാ പുള്ളിയെടുത്ത്, അച്ഛൻ മനഃപൂർവ്വം കൊന്നതാണ് എന്ന് വെച്ചാൽ പുള്ളി അറിഞ്ഞുകൊണ്ട് കൊന്നത് തന്നെയാണ്. കാരണം അത്രയ്ക്ക് ഗതി കെട്ടു എന്നുള്ളതാണ്. മനസ്സിലായോ? ഞാൻ മനഃപൂർവ്വം കൊന്നത്, അറിയാതെ കൊന്നതെന്ന് പറയാൻ പറ്റില്ല. കത്തി എടുത്ത് കഴിച്ചിട്ട് ഇറക്കുകയും ചെയ്തു. അപ്പൊ മനഃപൂർവ്വം കൊന്നത് തന്നെയെന്ന് പുള്ളി പറയുന്നത്. ആ പുള്ളിയുടെ വിഷമമുണ്ട്. 4 കുട്ടികളാണ് കേട്ടോ, 4 കുട്ടികൾ. ഈ ഹസീന ഇതൊന്നുമല്ല, ഹസീനയുടെ സ്ഥിരം പരിപാടിയാണ് ഇത് എന്നുള്ളതാണ്. ആ ഒരു ക്ലിപ്പും കൂടി ഞാൻ ഇവിടെ വെച്ചുതരാം. ഉണ്ട് സംശയരോഗം. അതുകൊണ്ട് അത് അച്ഛൻ എപ്പോഴും സംശയത്തിലാണ് സംസാരിക്കുന്നത്. എപ്പോഴും എന്ന് വെച്ചാൽ എവിടെ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ, ആമ്പിള്ളേർ വന്നു കഴിഞ്ഞാൽ, ആമ്പിള്ളേർ വന്നാൽ മാത്രമല്ല പെൺപിള്ളേർ വരുമ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. പുറത്തു വിടില്ല. ഇല്ല, പുറത്തു വിടില്ല. പുറത്ത് പോവാണെങ്കിൽ അച്ഛനും കൂടെ പോകും. പുറത്ത് പോകണമെങ്കിൽ അച്ഛനും കൂടെ കൂടെ തന്നെ പോകണം. മുമ്പ് ഇതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു പയ്യനോട് പോയി പിന്നെ അവിടെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. ഇതിന് മുമ്പേ അതിനുശേഷം തിരിച്ചു കൊണ്ടുവന്നു. സുരേഷ് പിന്നെ കൊണ്ടുവന്നു. അതിന് ശേഷമായിരിക്കാം സുരേഷിന് പിന്നെ അങ്ങനെ ഒരു
ഒരു ചിന്തപ്പാട് അപ്പോൾ ആർക്കായാലും ഉണ്ടാവും, ഉണ്ടാവും അവർക്ക് ആൾക്ക് പിന്നെ തുടർന്ന് പിടിക്കുന്ന എല്ലാം സംശയത്തിൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വീട് വീട്ടിൽ പുറത്ത് വിടാൻ. അതെ അതെ അതെ. പുള്ളിക്കാരി ഇടയ്ക്കിടയ്ക്കൊക്കെ മറ്റുള്ള ആൾക്കാർ ഫോൺ ചെയ്യുകയും മൊബൈലിൽ വീഡിയോ കോൾ ചെയ്യുന്നതൊക്കെ പുള്ളിക്കാരൻ കണ്ടിട്ടുണ്ട്. പുള്ളിക്കാരൻ മൊബൈൽ ടെക്നീഷ്യനാണ്. അങ്ങനെ വന്ന സമയത്ത് ഫോൺ എന്തോ കംപ്ലൈൻ്റ് ആയ സമയത്ത് യാദർച്ഛികമായിട്ട് ഈ വീഡിയോ കോൾ ചെയ്യുന്നതൊക്കെ പുള്ളിക്കാരാണിത് അങ്ങനെയാണ് പുള്ളി കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അതായത് അച്ഛന് സംശയരോഗമുണ്ട് എന്ന് മകൾ പറയുന്നു. അപ്പോൾ സംശയരോഗം ഉണ്ടാകാനുള്ള കാരണം ഇതാണ്. കാരണം ഇത് ആദ്യത്തെ ഒളിച്ചോട്ടമല്ല, ഇതിനു മുമ്പേ മറ്റാരോടത് പോയി ഒളിച്ചോടി ഇങ്ങനെ ഇത് വീണ്ടും പോയി വിളിച്ചുകൊണ്ട് കയറ്റിക്കൊണ്ട് വന്നു എന്നുള്ളതാണ്. അപ്പോഴേ പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ ഈ ഒരു സംഭവം ഇല്ലായിരുന്നു. കാരണം ജന്മനാ എന്താണ് ഈ പറയുന്ന ഇവരെ ഉള്ളിനകത്തുണ്ട്, ചോരയിൽ ഇതുണ്ട്, ഓടുക എന്നുള്ളൊരു സാധനമുണ്ട് എന്നുള്ളത്. അതിനുശേഷം സ്വാഭാവികമായിട്ടും ഒരിക്കൽ മറ്റൊരുത്തനോട് ഒളിച്ചോടി പോയപ്പോൾ സ്വാഭാവികമായിട്ടും പുള്ളിക്ക് സംശയം ഉണ്ടാവും. അതുകൊണ്ടാണ് പുള്ളി ഒരിടത്തും വിടാത്തത്. പുള്ളി ഒരു മൊബൈൽ ടെക്നീഷ്യൻ ആണെന്ന് പറയുന്നത് കൊണ്ട് തന്നെ മൊബൈൽ കംപ്ലൈന്റ് ചെയ്യാൻ വന്നപ്പോൾ കംപ്ലീറ്റ് മൊത്തം കണ്ടു എന്നുള്ളതാണ്. മരിച്ചുപോയെങ്കിലും പറയാതിരിക്കാൻ വയ്യ, ഒരു വല്ലാത്ത ജന്മമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഹസീനെ കുറിച്ച് അറിയാൻ സാധിക്കുന്നത്. ആ പുള്ളിയുടെ സുരേഷ് എന്ന് പറഞ്ഞ പുള്ളി പെട്ടുപോയതാണ്. നീ ഇത്രയും പാവമായതുകൊണ്ടാണ് നിനക്കത് പറ്റിയത്. നിനക്ക് എന്നിട്ട് അങ്ങനെ ഒരു കൃത്യം ചെയ്തിട്ടും പിടിച്ചു നിൽക്കാനുള്ള പിള്ളേർക്ക് വേണ്ടിയെങ്കിലും പിടിച്ചു നിൽക്കാനുള്ള ഒരു ധൈര്യം നീ ഇല്ല, നിനക്കില്ലായിരുന്നു. നീ എന്ത് ചെയ്തു? നീയും പോയി ആത്മഹത്യ ചെയ്തു. ഇപ്പൊ 2-4 കുട്ടികൾക്ക് മാത്രം ആരും ഇല്ലാതായി എന്നുള്ളത്. ഇതുപോലെ കടി പിടിച്ച കുറെ എണ്ണം കണ്ടുണ്ട്. എത്ര കയറിയാലും മതിയവരാത്ത കുറെ എണ്ണം കാണും. അവരെ വഴിക്ക് വിടുക, നമ്മൾ സേഫ് ആക്കുക എന്നുള്ളതാണ്. എന്ത് ചെയ്താലും എന്ത് കുട്ടിനെ വീണ്ടും വീണ്ടും നീ അടുപ്പിച്ചടുപ്പിച്ച് പിടിക്കുന്നതുകൊണ്ടാണ് ഇവിടെ വീണ്ടും വീണ്ടും വേലി ചാടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ പറയാൻ ഒരുപാട് പറയണമെന്നുണ്ട്. മരണപ്പെട്ടു പോയല്ലോ എന്നുള്ളത്. ഈ ദേഷ്യം ഇതൊക്കെ പറയുന്നതേ ദേഷ്യമാണ്. 4 പിള്ളേരെ അനാഥരാക്കി ആ സമയത്ത് ഈ പുള്ളിയുടെ അടുത്ത് ഇവർ പറഞ്ഞ വാക്കുകൾ, ഈ പറയുന്ന അച്ഛനെയും മകളെയും വെച്ച് പറയുന്നു, മകളെ ഇട്ട് അടിക്കുന്നു. ഈ ഒരു സംഭാഷണമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് എവിടെ അങ്ങോട്ട് തിരിച്ചടിക്കാൻ വേണ്ടി പോകുന്നത്. നേരെ തിരിച്ചാണ് എപ്പോൾ എല്ലാവർക്കും സംഭവിക്കാറുള്ളത് അല്ലേ? ഭർത്താവാണ് ഭാര്യയുടെ അടുത്ത് ഇങ്ങനെയൊക്കെ കയർത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് നേരെ തിരിച്ചാണ്. അതായത് അവളായിരുന്നു അവിടുത്തെ ഭർത്താവ്, അവളായിരുന്നു അവിടെ എല്ലാം ഭരിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത്. അതിൽ പറഞ്ഞ് ഞാൻ പോകുന്നു, കുട്ടികളെ നിങ്ങൾ നോക്കിക്കോളെ, ഞാൻ പോവേണ്, നിങ്ങളെ ഈ കുട്ടികളെയൊക്കെ നല്ല രീതിയിൽ പഠിപ്പിക്കേ. എന്തോന്ന് സ്ത്രീ പോയതന്നെയല്ല, നമുക്ക് എടുക്കണം. ശരി.